الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. لا إله إلا الله وصلى الله وبارك على محمد وعلى آله وصحبه. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم
ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, നമ്മെ ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അർഹമുറാഹിമീനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോട് കൂടി ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല അവൻ്റെ സ്വർഗസ്ഥരുടെ കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഇടം നൽകുമാറാവട്ടെ. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന പരലോക വിജയം, അതിനുവേണ്ടി നമ്മൾ ഇബാദത്തുകൾ എടുക്കുന്നു, ഹറാമുകൾ ഒഴിവാക്കുന്നു, ഇസ്തിഗ്ഫാറുകൾ നടത്തുന്നു. ഈ പരലോക വിജയം നേടാൻ ഒന്നാമതായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരാളോട് ചോദിച്ചാൽ ഏതൊരാളും പറയുന്നത് ഇബാദത്തുകൾ എടുക്കണം എന്നുള്ളതാണ്. എന്നാൽ സഹോദരന്മാരെ, സഹോദരികളെ, പരലോക വിജയം നേടാൻ അനിവാര്യമായിട്ടുള്ളത് വിശ്വാസമാണ്. ഒരുത്തൻ്റെ വിശ്വാസം അത് ശിർക്ക് കലർന്നതാണെങ്കിൽ എത്ര അമലുകൾ ചെയ്തിട്ടും കാര്യമില്ല. ജീവിതത്തിൽ ശിർക്കോ കുഫറോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിൽ വിശ്വാസം തെറ്റിപ്പോയി മുർത്തദ്ദാകുന്ന, എന്നിട്ട് മരിച്ചു പോകുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവർ. ഒരു അമല് പോലും ചെയ്യാതെ സ്വർഗത്തിലേക്ക് പോയ മഹാന്മാരുടെ ചരിത്രം, ഒരു അമല് പോലും ചെയ്യാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച് തൻ്റെ മരണത്തിൻ്റെ തൊട്ട് മുമ്പ് അറിഞ്ഞ ഒരു സഹാബി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ശത്രുക്കളെതിരെ പോരാടാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ആ മനുഷ്യൻ ചോദിച്ചു, അള്ളാഹിൻ്റെ പ്രവാചകരെ, ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായാൽ എനിക്ക് എന്താണുള്ളത്? താങ്കൾക്ക് സ്വർഗമാണുള്ളത്. അദ്ദേഹം ആ സമയത്താണ് മുസ്ലിം ആകുന്നത്. എന്നിട്ട് അദ്ദേഹം ഷഹീദാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഒരു സുജൂദ് പോലും ചെയ്യാതെ അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കി. എന്നാൽ സഹോദരന്മാരെ, ജീവിതം അള്ളാഹു തന്ന ആയുസ് മുഴുവൻ സ്വർഗത്തിൻ്റെ അമലുമായി, സ്വർഗത്തിൻ്റെ പ്രവർത്തനവുമായി കഴിഞ്ഞുകൂടിയ ഒരു മനുഷ്യൻ അവസാന സമയത്ത് അയാൾ കുഫറിൻ്റെ വർത്തമാനങ്ങൾ അല്ലെങ്കിൽ ചെയ്തികൾ ചെയ്യുകയും നരകത്തിലേക്ക് കാലാകാലം നരകത്തിൽ കഴിച്ചു കൂട്ടേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ് റസൂലുള്ളാഹിയിൽ നിന്നും. റസൂലുള്ള പറയുകയാണ്, ഫവല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം. നമ്മളേറെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട സംഗതിയാണ് ആഖിബത്ത് നന്നാവുക എന്നുള്ളത്. അവസാനം നന്നാകണം. അതിനുവേണ്ടി റസൂലുള്ള പ്രാർത്ഥിച്ചു, ആ വിഷയത്തിൽ ഭയപ്പെട്ടു. റസൂലുള്ളയും സഹാബത്തുമൊക്കെ പണ്ഡിതന്മാരുമൊക്കെ ആഖിബത്ത് നന്നാവുക, ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് ജീവിതത്തിൽ നിഷ്ഠ പുലർത്തി അവസാന സമയമാകുമ്പോൾ മുർത്തദ്ദാകുന്ന, എന്നിട്ട് അതിൽ അഭിമാനം പറയുന്ന എക്സ് മുസ്ലിമീങ്ങളാണ്, അല്ലെങ്കിൽ ദീനെ, ഈ പറയപ്പെട്ട ദീനിനെ കുറിച്ച് പഴി പറഞ്ഞുകൊണ്ട് കാഫിറാകുന്ന, മുർത്തദ്ദുകളായി പോകുന്ന ആളുകളെ ഇന്ന് ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹു തന്നെയാണ് സത്യം, ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാ. ഒരു മനുഷ്യൻ സ്വർഗ്ഗക്കാരന്റെ പ്രവർത്തനം ചെയ്യുന്നു ജീവിതകാലം മുഴുവൻ. അങ്ങനെ അവനും അവന്റെ സ്വർഗവും ഒരു മുഴം മാത്രം ബാക്കിയാകുന്ന സമയത്ത്, അഥവാ അവൻ മരിച്ച സ്വർഗത്തിലേക്കാണ് പോകുന്നത്, ഒരു മുഴം നീളം മാത്രമാണ് അവൻ്റെയും അവൻ്റെ സ്വർഗത്തിൻ്റെയും ഇടയിലുള്ളത്. എന്നിട്ടോ
അങ്ങനെയാകുമ്പോൾ ഫയസ്ബിഖു അലൈഹിൽ കിതാബു ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ ഫയദ്ഖുലുഹാ, അയാൾ നരകക്കാരന്റെ പ്രവർത്തനം ചെയ്യും. അയാളുടെ കിതാബ് അയാൾ മുൻകടക്കും. അയാൾ നരകക്കാരന്റെ പ്രവർത്തനം, ഈമാൻ നഷ്ടപ്പെട്ട് ഈമാൻ ചോർന്നുപോയി കുഫറിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് ഏതെങ്കിലും ഒരു വാട്സാപ്പിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഏതെങ്കിലും ഒരുത്തന് ഒരു സംശയം ദീനിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, അള്ളാഹിനെ കുറിച്ച് അത് ആരോടെങ്കിലൊക്കെ ചോദിച്ചപ്പോൾ ആ ചോദിച്ച പണ്ഡിതനൊരു പക്ഷേ അത് മറുപടി പറഞ്ഞത് അത് ശരിയായ മറുപടിയാണെന്ന് ഇയാൾക്ക് തോന്നിയില്ല, അല്ലെങ്കിൽ മറുപടി ആയിട്ടില്ല എന്ന് വെക്കുക. അപ്പം അത് 4 ആൾക്ക് അല്ലെങ്കിൽ കുറേ ആളുകളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത്, അപ്പം പിന്നെ 4 ആൾ തമ്മിൽ അതൊന്ന് സംസാരിച്ച് ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല എന്ന് മനസ്സിൽ തോന്നിയാൽ അവൻ കാഫിറാണ് സഹോദരന്മാരെ. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, ദീനിനെ കുറിച്ച് എന്തെല്ലാമാണ് അവന് ചോർന്നു പോകുന്നത്. വിശ്വാസരംഗത്ത് അള്ളാഹുവിന് വിശ്വാസമില്ലാതെയാകുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, രാവിലെ ഒരു മനുഷ്യൻ വീട്ടിൽ നിന്നും മുഅ്മിനായിക്കൊണ്ട് പുറത്തിറങ്ങുന്നു, വൈകുന്നേരമാകുമ്പോഴേക്കും യംസി കാഫിറാ, വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ കാഫിറായി കഴിഞ്ഞിട്ടുണ്ടാകും. അത്രയധികം ഫിത്നകളുടെ കാലമാണ്. ഫിത്ന എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം അറിയാം, പരീക്ഷണം. നമുക്ക് പരീക്ഷണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് സാമ്പത്തികമായ പരീക്ഷണം, ആരോഗ്യത്തിലുള്ള പരീക്ഷണം, മറ്റുള്ളവരുടെ ഉറ്റവരുടെയും ഉള്ളവരുടെയും മരണത്തിലുള്ള പരീക്ഷണം. ഇതാണ് പരീക്ഷണം. പക്ഷേ സഹോദരന്മാർ, ഇതല്ല പരീക്ഷണം. പരീക്ഷണം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗം നഷ്ടമാകുന്ന, പരലോകം നഷ്ടമാകുന്ന പരീക്ഷണം. അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ പരീക്ഷണം. ഹിദായത്ത് നഷ്ടമാവുക. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വിഭവം എന്താണ്? ഹിദായത്താണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പാക്ക് കിട്ടാത്ത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഒരു വേള ദീനിനെയും ഏറെ സഹായിച്ച അബൂ ത്വാലിബിന് കിട്ടാത്ത ഹിദായത്ത് എന്ന വലിയ അനുഗ്രഹം, റസൂലുള്ളാഹിന്റെ കുടുംബക്കാർക്ക് കിട്ടാത്ത, ഇബ്രാഹിം നബിയുടെ ഉപ്പക്ക് കിട്ടാത്ത, ലൂത്ത് നബിയുടെയും അതേപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഭാര്യമാർക്ക് കിട്ടാത്ത, നൂഹ് നബിയുടെ മകന് കിട്ടാത്ത, എത്രയോ പ്രവാചകന്മാരുടെ മാതാപിതാക്കൾക്ക് കിട്ടാത്ത, മക്കൾക്ക് കിട്ടാത്ത, ഭാര്യമാർക്ക് കിട്ടാത്ത, മഹദികളുടെ ഭർത്താക്കന്മാർക്ക് കിട്ടാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ധാരാളക്കണക്കിന് സമ്പത്തും അതേപോലെ തന്നെ അധികാര സോപാനങ്ങളിൽ ജീവിക്കാൻ, വിരാജിക്കാൻ ഏറെ അല്ലാഹു ആ നിലയ്ക്ക് നിഅമത്ത് കൊടുത്തു. ദുനിയാവിന്റെ സുഖങ്ങൾ കൊണ്ട് പടച്ചുറപ്പ് പരീക്ഷിച്ചു. സമ്പത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ആരോഗ്യക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ആൾബലത്തിൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അല്ലാഹ് കൊടുക്കേണ്ട വിഭവം കൊടുത്തില്ല. ഞാൻ പലപ്പോഴും ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്റെ കുടുംബക്കാർക്ക്, റസൂലുള്ളാഹിന്റെ വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ അടിമച്ചന്തകളിൽ നിന്നും അടിമച്ചന്തകളിലേക്ക് വിൽക്കുകയും വാങ്ങുകയും ചെയ്ത് കാണാൻ ഭംഗിയില്ലാത്ത, ഓരോ നാൽക്കാലിയുടെ വില പോലും കൊടുക്കപ്പെടാത്ത ബിലാൽ റളിയല്ലാഹു അൻഹു, ആ ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ നേതാവായി. എങ്ങനെ? ഈ ഹിദായത്ത് ലഭിച്ചതുകൊണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ നേതാവായി, സ്വർഗസ്ഥരുടെ നേതാവായത് എങ്ങനെയാ? ഈ ഹിദായത്ത് ലഭിച്ചതുകൊണ്ട്. ആ സഹോദരന്മാരെ, അദ്ദേഹത്തിന് അത് ലഭിക്കാനുള്ള കാരണമായിട്ടുള്ളത് ഇല്ലേ? ഈ ഹിദായത്താണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇത് നഷ്ടപ്പെടുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി ഭയപ്പെട്ടു. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ സഹാബത്ത് മുഅ്മിനീങ്ങൾ ഭയപ്പെട്ടു. എന്താ എല്ലാ വെള്ളിയാഴ്ചയും ഖുത്ബയുടെ സമയത്ത് റസൂലുള്ളാഹി പറയുന്നത്? ലക്ഷക്കണക്കായ ഖതീബമാർ കയറിക്കൊണ്ട് അവരോടും നിങ്ങളോടും ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുന്നത്? വലാ തമൂതുന്ന യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മരിക്കുമ്പോൾ നിങ്ങൾ മുസ്ലിമീൻ ആയിക്കൊണ്ടല്ലാതെ മരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ല. അതാണ് സഹോദരന്മാരെ, മുഅ്മിനായി മുസ്ലിമായി ജീവിക്കാൻ അയാൾക്ക് സാധിക്കും. പക്ഷേ മരിക്കുന്ന സമയത്ത് ആ ഈമാൻ, ആ ഇസ്ലാം നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി പറയുകയാണ്, ഒരു മനുഷ്യൻ അങ്ങനെ ജീവിതം മുഴുവൻ അവൻ സ്വർഗക്കാരന്റെ പ്രവർത്തനം ചെയ്യുന്നു. എന്നിട്ടോ സ്വർഗവും അവനും ഒരു മുഴം അടുത്തെത്തുമ്പോൾ അവൻ നരകക്കാരുടെ പ്രവർത്തനം ചെയ്യുന്ന വിശ്വാസമുണ്ടാകുന്നു. ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ, കുഫറിലേക്ക് പോകുന്ന ആളുകൾ, ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ നരകക്കാരുടെ പ്രവർത്തനങ്ങളും ചെയ്യുകയും അവൻ നരകത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. മറ്റൊരാളുണ്ട്, എന്താ അയാളുടെ പ്രത്യേകത? റസൂലുള്ളാഹി പറഞ്ഞു, വഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൻ നാർ. നരകക്കാരുടെ പ്രവർത്തനം ജീവിതം മുഴുവൻ
ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ നരകക്കാരുടെ പ്രവർത്തനം ചെയ്യുന്നു. അവനും നരകവും ഒരു മുഴം മാത്രമാണ് ബാക്കിയുള്ളത്, ഒരു മുഴം മാത്രമാണ് ബാക്കിയുള്ളത്. എന്നിട്ട് പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയസ്ബിഖു അലൈഹിൽ കിതാബു ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഫയദ്ഖുലുഹാ. അവൻ സ്വർഗ്ഗക്കാരന്റെ പ്രവർത്തനം ചെയ്യുന്നു. അല്ലേ? റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ, 100 ആളെ കൊന്ന മനുഷ്യൻ, 100 ആളെ കൊന്ന മനുഷ്യൻ. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ ആത്മഹത്യയെക്കുറിച്ചും അതേപോലെ തന്നെ കൊലപാതകത്തെക്കുറിച്ചും വിശദമായ ഇതിന്റെ ഗൗരവത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. വൻ പാപമാണ് കൊലപാതകം എന്നുള്ളത്. ഒരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്ന പോലെയാണ്. ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി അതിന് തുല്യമാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയുണ്ടായി. അങ്ങനെയുള്ള മതത്തിന്റെ ആ നിർദ്ദേശമാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. 100 ആളെ കൊന്ന മനുഷ്യൻ, അയാൾ സ്വർഗത്തിലേക്ക് പോയ കഥ. എന്തേ? അങ്ങേയറ്റത്തെ ഇസ്തിഗ്ഫാർ, അങ്ങേയറ്റത്തെ ഈമാൻ, പടച്ചറബിനെ ഭയപ്പെടേണ്ട പ്രകാരം ഭയപ്പെട്ട് ഇസ്തിഗ്ഫാറിന്റെ ആ അങ്ങേ അറ്റത്തെ തലത്തിലേക്ക് എത്തി. അല്ലേ? എന്നിട്ട് സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥാവിശേഷം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഏറെ ഭയപ്പെടേണ്ടതുണ്ട്. മുഅ്മിനായി ജീവിക്കുന്ന, മുസ്ലിമായി അമലുകൾ ചെയ്യുന്ന നമ്മൾ, നമ്മുടെ ആഖിബത്ത് നന്നാവാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം. കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് അവസാനത്തെ കർമ്മങ്ങൾ എങ്ങനെയായിരുന്നു, മരിക്കുന്ന സമയത്ത് അവന്റെ വിശ്വാസം എങ്ങനെയാണ്, അവന്റെ കർമ്മങ്ങൾ എങ്ങനെയാണ്, പടച്ചറബിനെ കുറിച്ചുള്ള ചിന്തകൾ എങ്ങനെയാണ്, അവൻ എന്ന് നോക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുകയാണ് സൂറത്ത് ബഖറയുടെ 217-ാമത്തെ ആയത്തിൽ, വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി ഫയമുതു വഹുവ കാഫിറുൻ ഫഉലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ. ആരെങ്കിലും ദീനിൽ നിന്ന് മുർത്തദായി, ദീൻ ഒഴിവാക്കി, നിരീശ്വരവാദിയായി, അതൊക്കെ വെറുതെ തട്ടിപ്പല്ലേ? ദീൻ എന്നൊക്കെ പറഞ്ഞ തട്ടിപ്പല്ലേ? പടച്ചോൻ ആരെങ്കിലും കണ്ടു കാണോ? മരിച്ചോലാരെയും തിരിച്ചു വന്നിട്ട് പരലോകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ജീവിക്കുന്നു, മരിക്കുന്നു, മണ്ണായി പോകുന്നു. കാരണം അല്ലെങ്കിൽ ഇന്ന വിഷയത്തിലുള്ള ഡൗട്ട് ക്ലിയർ ചെയ്തിരുന്നില്ലല്ലോ. ഇന്നൊരു ഗ്രൂപ്പിൽ കയറി നോക്ക്, ഒരുപാട് ഈ വിഷയത്തിലുള്ള ചർച്ചകളുണ്ട്. നമ്മളെ ക്ഷണിക്കുകയാണ് കുഫറിന്റെ ആളുകളുടെ ഗ്രൂപ്പിലേക്ക്. എന്നാൽ അതൊന്ന് കേട്ടു നോക്കല്ല എന്ന് വിചാരിച്ച് നമ്മൾ ചേരുകയാണ്, ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ഹറാമാണ് സഹോദരന്മാരെ. എന്ത് ഹറാമാണ്? ദീന് പഠിക്കാത്ത ആളുകൾ സംശയമുണ്ടാക്കുന്ന സംശയങ്ങളും അതേപോലെ തന്നെ അങ്ങനെയുള്ള ചർച്ചകളും കേൾക്കാൻ പാടില്ല. അല്ല, ഈ ദീൻ പഠിക്കണം. നിരീശ്വരവാദികളോട് യുക്തിവാദികളോട് വാദപ്രതിവാദത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ദീന് ഷർത്ത് വെച്ചിട്ടുണ്ട്. പോകുന്ന ആൾക്ക് നല്ല ദീനിൽ ബേസ് ഉണ്ടാകണം, നല്ല ആലിമായിരിക്കണം, അല്ലെങ്കിൽ പോകാൻ പാടില്ല. അങ്ങനെയുള്ള ചർച്ചകൾ കേൾക്കാൻ പാടില്ല. ദീൻ ആദ്യം പഠിക്കണം. ദീന് പഠിച്ച സഹോദരന്മാരെ, വെളിച്ചം നന്നായി പഠിക്കണം. വെളിച്ചവും ഇരുട്ടും എങ്ങനെയാണ് വേർതിരിവെന്ന് മനസ്സിലാക്കണം. കലങ്ങി തെളിഞ്ഞിട്ടാണ് ഇരുട്ടിന്റെ ശക്തികളുടെ വാക്കുകളും അതേപോലെ തന്നെ അവരുടെ സംശയങ്ങളും നമ്മൾ പഠിക്കേണ്ടതുള്ളൂ, നമ്മൾ കേൾക്കേണ്ടതുള്ളൂ. വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹ് എന്താ പറഞ്ഞ സഹോദരന്മാർ? ആരെങ്കിലും ദീനിന്ന് മുർത്തദായി പോയിട്ടുണ്ടെങ്കിൽ, കാഫിറായി മരിക്കുകയാണ്, അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഫൗലൈക ഹബിതത് അഅമാലു, സർവ്വ അമലും ബാത്തിലാണ്. 60-70 വർഷം മുഅ്മിനായി ജീവിച്ച് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, നല്ല ദീനി ഫാമിലിയിൽ ചുറ്റുപാടിൽ ജീവിച്ചൊരു മനുഷ്യൻ. അങ്ങനെയുള്ള ചില എന്ന് പറയുന്നില്ല, വളരെ 1-2 ആളുകളൊക്കെ നമുക്കും പരിചയമുണ്ട്. ഇപ്പൊ ദീനില്ല. ഖുർആന്റെ ഈ ആയത്ത് പ്രശ്നമാണ്, ഇന്ന ഹദീസുകൾ പ്രശ്നമാണ്, ഹദീസ് മൊത്തം പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുർത്തദായി ജീവിക്കുന്നു. ആദ്യം നിസ്കാരമില്ലാതെയായി, പടച്ചോനെ ചോദ്യം ചെയ്യൽ തുടങ്ങി. പിന്നെ നിസ്കാരമില്ലാതെയായി, വെള്ളിയാഴ്ചയൊക്കെ വന്നിരുന്നപ്പോൾ വെള്ളിയാഴ്ച വരാതായി, ഇപ്പൊ പറ്റൊഴിവായി അവസാന സമയത്ത്. അപ്പൊ സഹോദരന്മാരെ, ഏറെ ഭയപ്പെടേണ്ട സംഗതിയാണ്. അതിനെന്ത് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്ത് വേണം അതിന്? അവസാനം നന്നാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിച്ച, ദീന് പഠിപ്പിച്ച ഗൗരവമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പടച്ചോനെ എൻ്റെ അവസാനം നന്നാകണം, എൻ്റെ അവസാനം കേടുന്നു പോകരുത്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നല്ല വിശ്വാസിയായിക്കൊണ്ട്, നല്ല കർമ്മങ്ങളുമായിക്കൊണ്ട് പടച്ചറബിനെ കണ്ടുമുട്ടേണ്ടതുണ്ട്. അതിൽ ഭയപ്പെടുന്ന അവസ്ഥയുണ്ടാകണം. എൻ്റെ അവസാനം പ്രശ്നമാകുമോ എന്നുള്ള ബേജാറുണ്ടാവണം. റസൂലുള്ളാഹി പ്രാർത്ഥിക്കല്ലേ സഹോദരന്മാരെ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അള്ളാഹിന്റെ റസൂലാ പ്രാർത്ഥിക്കണം, പടച്ചോനെ നിന്റെ ദീനിൽ എൻ്റെ കൽബിനെ നീ ഉറപ്പിച്ചു നിർത്ത്. നമ്മൾ ആരായി പ്രാർത്ഥിക്കല്?
നമ്മൾ ആരാണ് വേണ്ട രീതിയിൽ അതിനെ മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ഗൗരവത്തോടു കൂടി ഈ പറയുന്ന ഞാനോ നിങ്ങളോ നമ്മളോ പ്രാർത്ഥിക്കാറുണ്ടോ സഹോദരന്മാരെ? പടച്ചോനെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തിട്ടോ, ദീനിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. സുഫിയാൻ സൗരി ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ്, മഹാരഥന്മാരിൽപ്പെട്ട ആളാണ്. അദ്ദേഹം കരയാണ്. അദ്ദേഹം മരണത്തിൻ്റെ സക്കറാത്തിൻ്റെ സമയത്ത് കരയുന്നു. എന്തേ? കുടുംബം ചോദിച്ചു, എന്തെങ്കിലും കരയണം? അതബിക്കി അദ്ദുനൂബ്, ദുനൂബ് അഥവാ താങ്കൾ ചെയ്തിട്ടുള്ള ഹറാമുകളും തെറ്റുകളും കുറ്റങ്ങളും കാരണമായിട്ടാണോ ഉസ്താദെ നിങ്ങൾ കരയുന്നത്? അല്ലെങ്കിൽ കുടുംബം ചോദിക്കുന്ന അദ്ദേഹത്തോട് ഇതാണുള്ള കരയാനുള്ള കാരണം, കുറ്റങ്ങളെ കുറിച്ച് പേടിച്ചിട്ടാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദുനൂബ് അഹ്വന അലയ്യ മിൻ ഹാദിഹി. ഞാനിപ്പോൾ കരയണ വിഷയം നോക്കുമ്പോൾ കുറ്റങ്ങൾ എനിക്കൊരു പ്രശ്നമല്ല, കുറ്റങ്ങൾ അതിനേക്കാൾ നിസ്സാരമാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഹാത്തിമത്ത്, എൻ്റെ പരലോകം, എൻ്റെ അവസാനം എങ്ങനെയാകും? എൻ്റെ അവസാനം പടച്ച റബ്ബിലേക്ക് അങ്ങ് പോകുന്ന സമയത്ത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിം ആയിക്കൊണ്ട് മുഅ്മിനായിക്കൊണ്ട് പോകാൻ സാധിക്കുമോ എന്ന് എനിക്ക് ഭയപ്പാടാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ആരെങ്കിലും ദീനിൽ നിന്ന് മുർത്തദ്ദായിക്കൊണ്ടാണ് പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ ഒരു കാലാകാലം നരകമാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതാണ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്ന് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, മരണത്തിൻ്റെ സമയത്ത് സക്കറാത്തിൻ്റെ സമയത്ത് പണ്ഡിതന്മാർ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസിൻ്റെ ഭാഗമായിക്കൊണ്ട്, അഥവാ മരണസമയത്ത് ശൈത്താൻ മനുഷ്യനെ ധാരാളമായിട്ട് ഫിത്നയിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസം ഇല്ലാതാക്കാൻ ശൈത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. എന്താണ്? മരണസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായി, വഅഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്. പടച്ചോനെ, മരണത്തിൻ്റെ സമയത്ത്, സക്കറാത്തിൻ്റെ സമയത്ത് ശൈത്താൻ എന്നെ വഴിതെറ്റിക്കുന്നതിൽ നിന്നും റാഞ്ചി എടുക്കുന്നതിൽ നിന്നും ഞാൻ എന്നോട് ശരണം തേടുന്നു. ആരായി പ്രാർത്ഥിക്കുന്നത്? പടച്ചോനെ, സക്കറാത്തിൻ്റെ സമയത്ത് അഥവാ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അവൻ്റെ ശൈത്താൻ്റെ പിടുത്തത്തിലാക്കാൻ അവൻ ധാരാളം ശ്രമിച്ചു, പക്ഷേ കയ്യിൽ കിട്ടിയിട്ടില്ല, അവൻ്റെ വലയിൽ കുടുങ്ങിയിട്ടില്ല. ജീവിച്ചു ഇനി സ്വർഗത്തിലേക്കാണ് ആ മുഅ്മിൻ പോകുന്നത്. അപ്പൊ അവൻ്റെ അവസാനത്തെ അടവും പ്രയോഗിക്കുകയാണ്, അവസാനത്തെ ശ്രമം, 19ാമത്തെ അടവ് എന്ന് പറയുമല്ലോ. അഥവാ ജീവിതത്തിൽ അവൻ്റെ സാമ്പത്തിക രംഗത്ത് ഇടപെടാൻ, അവൻ്റെ വിശ്വാസ രംഗത്ത് ഇടപെടാൻ, സാമ്പത്തിക രംഗത്ത് ഇടപെടാൻ, അവൻ്റെ ലൈംഗിക ജീവിതത്തിൽ ഇടപെടാൻ ഹറാമുകൾ ഒന്നും സാധിച്ചിട്ടില്ല. ഹറാമുകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം ഇസ്തിഗ്ഫാർ എടുത്ത് മുഅ്മിനായി മുസ്ലിമായി ജീവിച്ച മനുഷ്യൻ, ഇനി ആ മനുഷ്യൻ അങ്ങോട്ടാണ് പോകുന്നത്, അവൻ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അത് ശൈത്താന് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരകിലവും പഠിപ്പിച്ചു, സക്കറാത്തിന്റെ സമയത്ത് ശൈത്താൻ അവസാനത്തെ വജ്രായുധവുമായി ശൈത്താൻ മനുഷ്യന്റെ അടുക്കിലേക്ക് വരും. അതാ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന, പടച്ചോനെ, സക്കറാത്തിന്റെ സമയത്ത് ശൈത്താൻ പിടികൂടിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നമ്മളെ വിശ്വാസം തകർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മരണത്തിന്റെ വേദനയുടെ വിഷയം, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസം തകർക്കാൻ വേണ്ടി ശൈത്താൻ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം. നന്നായിട്ട് അവൻ ശ്രമം നടത്തും. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, എങ്ങനെയെങ്കിലും അവൻ വഴിതെറ്റിക്കാൻ. അതുകൊണ്ട് സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേക വിഷയം പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന അതായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പടച്ചോനെ, നിന്റെ ദീനിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണേ. അതേപോലെ തന്നെ നമ്മൾ ഇസ്തിഖാമത്തുണ്ടാകണം. വിശുദ്ധ ഖുർആൻ ധാരാളം ആയത്തുകളിലൂടെ പഠിപ്പിച്ച കാര്യമാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ. സമാനമായ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലയിൽ ഒരു മായവും ചേർക്കാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ തേട്ടങ്ങൾ, എൻ്റെ പ്രാർത്ഥനകൾ, വഴിപാടുകൾ, നേർച്ചകൾ, ഇബാദത്തുകളും ആരാധനകളും സഹായതേട്ടങ്ങളും അത് ജാറങ്ങളിലേക്കോ മക്ബറുകളിലേക്കോ അതേപോലെ തന്നെ ബീവിമാരിലേക്കോ ഖോജമാരിലേക്കോ തങ്ങന്മാരിലേക്കോ ഒന്നും എൻ്റേത് പോവുകയില്ല. മരണപ്പെട്ടു പോയ പ്രവാചകന്മാരിലേക്കോ അമ്പിയാ ഉലിയാക്കന്മാരിലേക്കോ ജിന്നുകളിലേക്കോ മലക്കുകളിലേക്കോ അല്ല എൻ്റെ ദുആ ചെല്ലുന്നത്.
പടച്ചോനെ കാക്കണേ എന്നതിന് പകരം ബദരീങ്ങളെ കാക്കണമെന്ന് ഞാൻ പറയില്ല. അല്ലാ എന്നുള്ള വിളി മാത്രം പടച്ചോനെ അങ്ങനെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, എന്നിട്ട് അതിനനുസരിച്ച് ജീവിച്ചു, അതിനനുസരിച്ച് ഇസ്തിഖാമത്തോടു കൂടി ജീവിച്ചു. തതനസ്സലു അലൈഹിമുൽ മലായിക, മരണസമയത്ത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ വരും. അല്ലാ തഖാഫു വലാ തഹ്സനു, അവരെന്താ പറയുന്നത്? നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗത്തിലേക്കല്ലേ പോകുന്നത്, സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകാൻ മലക്കുകൾ വരും. കുൻതും തുഅദൂൻ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സ്വർഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് മലക്കുകൾ റൂഹിനെ പിടിക്കുന്ന രംഗം ആർക്കാണത്? ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾക്കാണ്. അതുകൊണ്ട് വിശ്വാസം റെഡിയാകണം. അതേപോലെ തന്നെ അമലുകളും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അത് ഏത് സമയത്തും ഉച്ചരിക്കണം. അഫ്ളൽ ദിക്റാണത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ഏത് സമയത്തും മനുഷ്യന് പറയാൻ സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ പറയല്ല. വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറ്റൊരു ഹദീസിൽ കാണാം, അവൻ അറിയുന്നു, അവൻ ജീവിതത്തിൽ ആ അല്ലാഹനെ അറിഞ്ഞിട്ടുണ്ട്, ആ അല്ലാഹനെ പേടിച്ചിട്ടുണ്ട്, ആ അല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട്, ആ അല്ലാഹ്ക്ക് വേണ്ടി ത്യജിച്ചിട്ടുണ്ട്, ആ അല്ലാഹ്ക്ക് വേണ്ടി ഇഷ്ടങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്, ആ അല്ലാഹ്ക്ക് വേണ്ടി മറ്റുള്ളവരെ വെറുപ്പിച്ചിട്ടുണ്ട്. അവർ ഹറാമ് പറഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റൂല സുഹൃത്തെ. ഒരു ഹറാമായ കച്ചവടം, ഒരു ഹറാമായ ബിസിനസ്, ഒരു ഹറാമായ പ്രവർത്തനം, എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണ്, എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. പക്ഷേ അല്ലാഹനെ തെറ്റിച്ചിട്ട് നിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ എനിക്ക് സാധിക്കൂല. എൻ്റെ റബ്ബിനെ ഞാൻ ഭയപ്പെടുന്നു, ഇന്നി അഖാഫുല്ലാ, അല്ലാഹനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞില്ലേ? ആ നിലയ്ക്ക് ജീവിച്ചു ആ മനുഷ്യൻ. അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോവുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് സ്വർഗമാണുള്ളത്, സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. അവർക്ക് സ്വർഗമാണുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതാണ് മരണപ്പെടുന്ന സമയത്ത് മരണപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ തൽഖീൻ ചൊല്ലിക്കൊടുക്കണം. അതാണ് തൽഖീൻ, ഇസ്ലാം പഠിപ്പിച്ച തൽഖീൻ. ലക്കിനി മൗതാക്കും ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ചൊല്ലിക്കൊടുക്കണം എന്ന് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സൂചിപ്പിച്ച പോലെ തന്നെ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നമസ്കാരം. റസൂലുള്ളാഹി പറഞ്ഞു, റസൂലുള്ളാഹിയോട് ചോദിച്ച അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് പ്രവാചകരെ? റസൂലുള്ളാഹി പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, സമയത്തിന് കൃത്യമായി നിസ്കരിക്കുക. ഇസ്തിഖാമത്തുണ്ടാകാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് നമസ്കാരം കൃത്യമാണോ എന്ന് പരിശോധിക്കുക. നമസ്കാരം റൂഹുള്ള നിസ്കാരമാണോ, ആത്മാവുള്ള നമസ്കാരമാണോ എന്ന് പരിശോധിക്കുക. നമസ്കാരം ഇങ്ങനെ ഒരു വൈക്ക് നടക്കണം, ഞാനും നിസ്കാരം ഒരു ബന്ധമില്ലാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകാൻ പാടില്ല. നിസ്കാരം ക്ലിയർ ആണോ? എല്ലാം ക്ലിയറായി എന്നുള്ളത് പല കുറി നമ്മളെല്ലാവരും കേട്ടതാണ്. ഈ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഏറെ നമ്മുടെ മക്കളുടെയും ഭാര്യ ഭർത്താക്കന്മാരുടെയും വിഷയത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കണം. ഈ നിലയ്ക്ക് ശരിയാമണ്ണം വിശ്വാസവും അതേപോലെ തന്നെ അമൽ സാലിഹാത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും അതെല്ലാം ഉള്ളവരായിരുന്നു മുൻഗാമികളായിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല മരണമുണ്ടാകും, ആഖിബത്ത് നന്നാകും എന്ന് നമുക്ക് ധീര പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ആ നിലയ്ക്ക് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമങ്ങൾ, രീതികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടാനും ശേഷം സ്വർഗത്തിൽ അണയാനുമുള്ള തൗഫീക്ക് നമ്മുടെ കുടുംബത്തിനുമെല്ലാം നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നല്ല പര്യവസാനമുണ്ടാകാൻ വിശ്വാസവും അതിനുശേഷം കർമ്മങ്ങളും അതിനുവേണ്ട പ്രാർത്ഥനയും ഉണ്ടാവണം, അനിവാര്യമാണത് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്.
ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണത്തിൽ എപ്പോഴും നിൽക്കാൻ അള്ളാഹു സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അദ്കാറുകൾ എന്നുള്ളത്. രാവിലെയും വൈകുന്നേരവും അള്ളാഹ് പഠിപ്പിച്ച, റസൂലുള്ള പഠിപ്പിച്ച ദിക്റുകൾ, ജീവിതത്തിൻ്റെ സദാസമയത്തും റസൂലുള്ള പഠിപ്പിച്ച ദിക്റുകൾ, ഇതിനേക്കാൾ വലിയ സംരക്ഷണം മറ്റൊന്നില്ല. ശൈത്താനിൽ നിന്നുള്ള സംരക്ഷണമാണ് ദിക്റുകൾ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മനുഷ്യന് ദുനിയാവിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളും അപകടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നതിനുള്ള സംരക്ഷണങ്ങളാണ് ദിക്റുകൾ എന്ന് പഠിപ്പിച്ചു. മാനസികമായ ധൈര്യം കിട്ടാൻ, ശാരീരികമായ ബലം കിട്ടാൻ, ശാരീരികമായ നല്ല അവസ്ഥ ലഭിക്കുവാൻ ദിക്റുകൾ പര്യാപ്തമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അള്ളാനെ ഓർക്കണം. അള്ളാനെ ഓർക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് നമ്മളെയും ഓർക്കും. ഫദ്കുറൂനി അദ്കുറുക്കും. അള്ളാനെ ഓർമ്മയില്ലാത്ത ജീവിതം, അള്ളാനെ ഓർമ്മയില്ല, അങ്ങനെ ജീവിക്കണം. രാവിലെയായി, വൈകുന്നേരമായി, പിന്നെ രാത്രിയായി, അങ്ങനെ പോവുകയാണ്. ദിവസങ്ങൾ പോവുകയാണ്, കലണ്ടർ മറിയുകയാണ്. പേരിനൊരു നിസ്കാരമുണ്ട്, ആ നിസ്കാരം തന്നെ അഖിമിസ്സലാത്തിൽ ദിക്രി, എന്നെ ഓർക്കാനാണ് നിസ്കരിക്കേണ്ടത്. ഉള്ള ഓർമ്മയും കൂടി പോണ നിസ്കാരമാണ്. അള്ളാഹ് എന്നുള്ളൊരു ബന്ധമില്ല. ഹറാമ് ചെയ്യണോടത്തില്ല, മോശപ്പെട്ടത് പറയണോടത്തില്ല, കാണണോടത്തില്ല. എത്ര ആളുകളാ സഹോദരന്മാരെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത്. എന്ത് ഗ്യാരണ്ടിയാണ് നമുക്കുള്ളത്? അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ എന്നെ ഓർത്താൽ നിങ്ങൾ എൻ്റെ ആളുകളായിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ആളാവും. അള്ളാഹിൻ്റെ സംരക്ഷണം നമുക്കുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി, അള്ളാഹിനെ ഏത് സമയത്തും ഓർക്കുന്ന, ദിക്ർ ചൊല്ലുന്ന, ഓർക്കുന്ന ജീവിതമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. നമുക്കെല്ലാം ഇപ്പോൾ പിന്നെ ജീവനുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്കെല്ലാവർക്കും ജീവനുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, ഞാൻ പറയുന്നു എനിക്ക് ജീവനുണ്ട്, നിങ്ങൾക്ക് ജീവനുണ്ട്. പക്ഷേ ദീന് പഠിപ്പിച്ച ജീവൻ എന്ന് പറഞ്ഞാൽ, ഒരു ജീവനുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹനെ ഓർക്കാത്ത, ദിക്ർ ചൊല്ലാത്ത, അല്ലാഹനെ ഓർമ്മയില്ലാത്ത, ഹറാം ചെയ്യുമ്പോൾ അല്ലാഹനെ ഓർക്കാത്ത, അല്ലാഹനെ പേടിയില്ലാത്ത, ജീവിതത്തിൽ ദിക്റില്ലാത്ത ആളുകൾ മരിച്ച ആളുകളാണ്, ശവങ്ങളാണ്. അനങ്ങാൻ വയ്യ, ബെഡിൽ കിടക്കാണ്, അനങ്ങാൻ വയ്യ. ഒരു തുള്ളി വെള്ളം എടുത്തിരണമെങ്കിൽ പരസഹായം ആവശ്യമുണ്ട്. പക്ഷെ ദിക്റിലാണ് ജീവിക്കുന്നത്. വലിയ ആരോഗ്യവാൻ ദീനിന്റെ ഭാഷയിൽ അവരാണ്, അയാളാണ്, അല്ലെങ്കിൽ അവളാണ്. ദീനിന്റെ ഭാഷയിൽ അള്ളാനെ ഓർത്ത് കരഞ്ഞ്, അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലി, പറ്റുന്നമായിരൊക്കെ നിസ്കരിച്ച്, പക്ഷെ അനങ്ങാൻ പറ്റണില്ല. അവരാണ് ഏറ്റവും ജീവനുള്ള ആൾക്കാർ. മരിച്ചവരാണ് സഹോദരന്മാർ, ജീവനില്ലാത്ത ആൾക്കാരാണ്. വെറും ഇറച്ചിയും അതേപോലെ തന്നെ കുറച്ച് ചോരയും ഒരു തടിയായിട്ട് നടക്കുകയാണ് ദിക്റില്ലാത്ത ആൾക്കാർ. അള്ളാഹ്ക്ക് അവരെ വേണ്ട. അള്ളാഹിനെ ഓർക്കുന്ന ആളുകളാണെങ്കിൽ, അള്ളാഹിനോട് ചോദിക്കുന്ന ആളുകളാണെങ്കിൽ, ഖുൽ നബിയെ പറയുക, വിശുദ്ധ ഖുർആന്റെ ആയത്താണ്, ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥനകളില്ലെങ്കിൽ, പടച്ചോനെ എന്നുള്ള വിളി തേട്ടം അതില്ലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാ യൗബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ തേട്ടങ്ങളില്ലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ചോദിക്കുന്ന കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പടച്ചറബിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം. കേവലം ഒരു ഖതീബ് പിന്നെ പ്രാർത്ഥന നടത്തുമ്പോൾ ഒരു ആമീൻ ആമീൻ ഇങ്ങനെ യാന്ത്രികമായി പറയല്ല. നിസ്കാരം കഴിഞ്ഞിട്ട് വെറുതെ ഒരു കൈ ഉയർത്തിയിട്ട് ആമീൻ ആമീൻ എന്തെങ്കിലും പ്രാർത്ഥിച്ചു പോവല്ല. അള്ളാഹിനെ ഓർത്ത് രാത്രി നമസ്കാരത്തിൽ, അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന സമയത്ത് പടച്ചറബിനോട് ആത്മാർത്ഥമായി അതിന്റെ അർത്ഥം മനസ്സിലേക്ക് കൊണ്ടുവന്ന് റൂഹോടുകൂടി പടച്ചറബിനോട് ചോദിക്കുന്ന ആ ചോദ്യമില്ലെങ്കിൽ അള്ളാഹ് നിങ്ങളെ പരിഗണിക്കില്ല. അള്ളാഹ്ക്ക് നിങ്ങൾ ആവശ്യമില്ല. പടച്ചോനോട് ചോദിക്കുന്ന ആളുകളെ പടച്ചോനക്ക് ഇഷ്ടമാണ്. അതാണ് റബ്ബും അതേപോലെ തന്നെ മഖ്ലൂക്കാത്തുകളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഒരാളോട് സ്ഥിരമായി ചോദിക്കുന്ന അയാൾക്ക് വെറുപ്പായിരിക്കും. അയാൾ നമ്മളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറും. പക്ഷേ സ്ഥിരമായി ചോദിക്കുന്ന ആളുകളോട്, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾ, ചോദിക്കുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമാണ് എന്ന് വിശുദ്ധ ഖുർആൻ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിക്കണം. അപ്പോൾ ദിക്റുകൾ ഉണ്ടാകണം, പടച്ചോനോട് പ്രാർത്ഥിക്കണം, പടച്ചോൻ എന്നുള്ള ഓർമ്മ ഉണ്ടാകണം സഹോദരന്മാരെ. ഇത് നമ്മുടെ ആഖിബത്ത് നന്നാവാൻ നമുക്ക് പിന്നെ പര്യാപ്തമാകുന്ന ഘടകങ്ങളാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും
വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. സൂറത്ത് നിസായിലെ 31-ാമത്തെ ആയത്താണ്. വൻപാപങ്ങൾ സുഹൃത്തുക്കളെ ഒഴിവാക്കണം. എന്താ വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ 7 വൻപാപങ്ങളെ കുറിച്ച് പഠിപ്പിച്ചാൽ അത് മാത്രമാണോ? അല്ല, സ്ഥിരമായി ഒരു മനുഷ്യൻ ചെയ്യുന്ന ചെറിയ പാപം വൻപാപമാണ്. സ്ഥിരമായി ഒരു മനുഷ്യൻ ചെയ്യുന്ന, അതിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നില്ല, നേരെ മറിച്ച് അയാൾ വേറെന്തെങ്കിലും ഗൗരവപ്പെട്ട് ചെയ്താൽ ഇസ്തിഗ്ഫാർ നടത്തും. അതുകൊണ്ട് സഹോദരന്മാരെ, വൻപാപങ്ങൾ ഒഴിവാക്കുക. ബാക്കിയുള്ള പാപങ്ങളെല്ലാം നമ്മുടെ അമലുകൾ കൊണ്ട്, നമസ്കാരങ്ങൾ കൊണ്ട്, നമ്മുടെ നേട്ടങ്ങൾ കൊണ്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയും ചെയ്യും. അങ്ങനെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നുകഫിറു അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങളെല്ലാം നാം നിങ്ങൾക്ക് പുറത്തു തരും. വനുദ്ഖിലുകും മുദ്ഖലൻ കരീമാ, ഏറ്റവും മാന്യമായ സന്തോഷത്തിൻ്റെ കരീമായിട്ടുള്ള, ആദരവേറെ ഏറിയിട്ടുള്ള ആ സ്വർഗത്തിൽ ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പാപങ്ങളെ നമ്മൾ പേടിക്കണം, പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വിട്ടു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബ് ഇറങ്ങാൻ കാരണമാകുന്ന ജീവിതമാണ് പാപക്കറകളുമായി ജീവിക്കുന്ന മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലഹറ സിന, വ്യഭിചാരം സാർവത്രികമായിട്ടുണ്ടെങ്കിൽ, വ്യഭിചാരം ഒരു പ്രശ്നമില്ല, അതിന് പല പേരുകളിടുന്നു, അതിലേക്ക് കൂട്ടിക്കൊടുക്കുന്ന കുറേ പ്രവർത്തനങ്ങൾ, അതിന് കുറേ ആപ്ലിക്കേഷനുകൾ, കുറേ ഓൺലൈൻ സംവിധാനങ്ങൾ, അന്യപുരുഷരെയും അന്യ സ്ത്രീകളെയും ബന്ധപ്പെടുത്തി കൊടുക്കുന്ന, പണ്ടൊക്കെ കൂട്ടിക്കൊടുപ്പ് എന്നാണ് പറയുന്നത്, ഇന്നിപ്പോൾ അതിനൊക്കെ നല്ല ചുരുക്കുള്ള പേരുകളായി, പല പല ആപ്ലിക്കേഷനുകളായി. രാത്രിയുടെ വിരസത മാറ്റാൻ ഞങ്ങളുണ്ട്, വരൂ, നിങ്ങളുണ്ടോ, എന്നിട്ടത് പിന്നെ സ്വന്തം ഭാര്യയെയും ഭർത്താക്കന്മാരെയും ചതിക്കുന്നവർ, മാതാപിതാക്കളെ ചതിക്കുന്നവർ, ഇതൊരു പ്രശ്നമല്ലാതെയായി വരുന്നു. സുവർഗരതി ചെയ്യുന്ന ആളുകൾ സമൂഹത്തിൽ മാന്യന്മാരായി മഹാന്മാരായി ജീവിക്കുന്നു. സ്വർഗരതിയുടെ ആളുകളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. ഇത് എന്തോ വലിയ മെച്ചപ്പെട്ട, ഏറ്റവും സമൂഹത്തിൽ ചെയ്യേണ്ട, സമൂഹത്തിന് എന്തോ ഒരു സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയൊക്കെ പരിചയപ്പെടുത്തുന്നത്. ആണും ജീവിക്കുന്നു, അവർ സെക്സിൽ ഏർപ്പെടുന്നു, പെണ്ണും ജീവിക്കുന്നു, അവരുടെ കഥകൾ അവർ പറയുന്നു. ഇങ്ങനെ വ്യഭിചാരം സർവ്വസാധാരണമായി കഴിഞ്ഞു. ഒരു റിബ, അതേപോലെ തന്നെ പലിശ വാങ്ങണ ആളെന്ന് പറഞ്ഞാൽ, ഒരാൾ പലിശ വാങ്ങണ ആളെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം നീചനാണ് അയാൾ. വൻപാപമായി പറഞ്ഞ സംഗതിയാണ് പലിശ എന്ന് പറഞ്ഞാൽ. പലിശ വാങ്ങുക, പലിശ കൊടുക്കുക, വൻപാപമായി പറഞ്ഞ. പക്ഷെ ആർക്കും ഒരു പ്രശ്നമില്ലാതായി മാറിക്കഴിഞ്ഞു. എന്ത് പലിശ വാങ്ങാന്ന് പറഞ്ഞ പ്രശ്നം? അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാട്ടിൽ സിനയും പലിശയും അതൊരു പ്രശ്നമല്ലാതായി കഴിഞ്ഞു. ഗൗരവത്തോടു കൂടി ജനങ്ങൾ കാണാത്ത അവസ്ഥ വന്നാൽ ഫഖദ് അഹല്ലു ബി അൻഫുസിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അവർക്ക് നിർബന്ധമായി കഴിഞ്ഞു. അള്ളാഹിന്റെ പരീക്ഷ ഇറങ്ങും, ആ നാട്ടിലിറങ്ങും, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഇറങ്ങും. വലിയ സമാധാനമൊന്നും ഉണ്ടാവില്ല. ഈ ഹറാമൊക്കെ ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. ഏത് ഹറാമും അങ്ങനെ ചെയ്യുമ്പോൾ സുഖം ഉണ്ടാവും, പിന്നെ ഉള്ള സുഖം കൂടി നഷ്ടപ്പെടും. അള്ളാഹു പരീക്ഷിക്കും, ഏതെങ്കിലും നിലക്ക് പരീക്ഷിക്കും. ഇനി പരീക്ഷിക്കണില്ലേ, പരലോകത്തിൻ്റെ കാര്യം പറയും വേണ്ട. അപ്പോൾ ഗൗരവത്തോടു കൂടി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, പരലോകം എന്നുള്ളതായിരിക്കണം നമ്മളെ അജണ്ട. അതിനുവേണ്ടി പണിയെടുക്കണം. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. ഒരാൾ പരലോകമാണ് അയാളുടെ അൾട്ടിമേറ്റ് എയിം, പരലോകം രക്ഷപ്പെടണം. എന്നിട്ട് അതിനു വേണ്ടി ഒരാൾ പണിയെടുക്കുന്നു, വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട്, ഫൗലായിക കാന സഅയ്ഹും മഷ്കൂറാ, അയാളുടെ കർമ്മങ്ങൾ നല്ല നിലക്ക് ഓർമ്മിക്കപ്പെടും, അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു അതിന് പ്രതിഫലം കൊടുക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആഖിബത്ത് നന്നാകാൻ, അവസാനം നന്നാകാൻ നമ്മൾ നന്നായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ കുറേ കാലം 60ഉം അതേപോലെ തന്നെ 50ഉം 40ഉം വർഷമൊക്കെ ദീനിയായിട്ട് നടന്ന് അവസാനം മുർത്തദ്ദായി പോകുന്ന, ദീൻ ഉപേക്ഷിച്ചു പോകുന്ന, ദീനിനെ ഒരു ഗൗരവമില്ലാതെ പോകുന്ന, ആ നിലയ്ക്ക് ജീവിച്ച് മരണപ്പെട്ടു പോകുന്ന, നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തപ്പെടുന്ന, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പോലെ അങ്ങനെയുള്ള നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. അതുകൊണ്ട് മുസ്ലിമായി ജീവിക്കാൻ, മുഅ്മിനായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അവസാന സമയത്തും അള്ളാഹിൻ്റെ റസൂൽ എല്ലാ സമയത്തും മിമ്പറിൽ കയറിയിട്ട് നിങ്ങൾ പറയുന്ന പോലെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പോകരുത്, മരണപ്പെട്ടു പോകരുത് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു വസിയ്യത്ത് നമ്മൾ ശിരസാ വഹിച്ചുകൊണ്ട് ഏത് സമയത്തും നല്ല മരണത്തിന് വേണ്ടി, നല്ല ആഖിബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുഅ്മിനായി ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلق محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.